എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഉപ്പൂറ്റി വേദന. ഉപ്പൂറ്റി വേദന എന്ന് പറയുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിവർത്ത് കുത്തുമ്പോൾ നമുക്ക് ഉപ്പൂറ്റിയുടെ ഭാഗത്തായിട്ട് ഒരു മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേദന പലരും പറയാറുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഉപ്പൂറ്റി വേദന വരാം. അപ്പോൾ പ്രധാനമായിട്ട് ഒന്ന്, നമുക്ക് കൂടുതലായിട്ട് ബോഡി വെയിറ്റ്, അമിതമായിട്ടുള്ള ബോഡി വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്, അതുപോലെ യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹീൽസ്, ഇപ്പോൾ ഹൈറ്റ് ആയിട്ടുള്ള ഹീൽസ് ഒക്കെ ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ സമയം ഒരേ ലെവലിൽ നിൽക്കുക, അതുപോലെ തണുത്ത സ്ഥലത്ത്, തണുത്ത ഭാഗത്ത് കൂടുതൽ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ അങ്ങനെ പല ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട് പലർക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉപ്പൂറ്റിയുടെ കാലിന്റെ അടിഭാഗത്തായിട്ടുള്ള പല ബോണുകളും കൂടി ചേരും. ശരിക്കും 26 ബോണുകൾ ചേരുന്ന ഒരു ഭാഗമാണ്. അതിനെയാണ് നമ്മൾ ഫേഷ്യ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാലിന്റെ അടിഭാഗത്തുള്ള മസിലുകൾ ചുരുങ്ങി വരുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെ നമ്മൾ പ്ലാന്റർ ഫേഷ്യ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളെ ഈ മസിൽസ് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. ഒന്ന്, നമ്മൾ വെയിറ്റ് കൂടുതലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കുക, അത് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിവതും കാലിന് കൂടുതൽ സമയം നമ്മൾ കാലിൽ ഒരു സൈഡിലോട്ട് നമ്മൾ വെയിറ്റ്, അല്ലെങ്കിൽ ഒരു കാലിലോട്ട് നമ്മൾ വെയിറ്റ് കൊടുത്ത് നിൽക്കുന്നതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ കാലിന്റെ ഒരു ഭാഗത്തോട്ട്, അല്ലെങ്കിൽ കാലിന്റെ ഒരു സൈഡിലോട്ട് നമ്മൾ വെയിറ്റ് കൊടുക്കുമ്പോൾ മസിൽസ് കൂടുതൽ നമുക്ക് ആ പെയിൻ, ഉപ്പൂറ്റി വേദന കാണാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നിൽക്കുന്ന പൊസിഷൻസ് മാനേജ് ചെയ്ത് ഒരേ ലെവലിൽ ഒരേ വെയിറ്റ് രണ്ട് കാലിലും കൊടുത്ത് നിൽക്കാനായിട്ടും കൂടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വേദന വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരം 2 നേരം ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കാല് മുക്കി വെക്കുക. അങ്ങനെ നമ്മളൊരു 10-20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സസൈസും കൂടി ചെയ്യുക. ഒരു സ്ട്രെങ്തനിങ് വരാനൊക്കെ ആയിട്ട് നമ്മൾ കാലിന്റെ 2 പാദങ്ങളും നിലത്ത് കുത്തിയിട്ട് നമ്മുടെ ഈ വിരലിന്റെ ഭാഗം നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഉപ്പൂറ്റിയുടെ ഭാഗം നമ്മൾ പൊക്കി പിടിക്കുക. അതുപോലെ തിരിച്ച് ബാക്കിലോട്ട് നമ്മൾ ഉപ്പൂറ്റിയുടെ സൈഡ് പ്രസ് ചെയ്യുക. എന്നിട്ട് വിരലിന്റെ ഭാഗം പൊക്കി പിടിക്കുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു എക്സസൈസും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കാലിനൊരു ചെറിയ ചൂട് കൊടുക്കുക. ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നതിനോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും ചെറുതായിട്ട് തുണി പിഴിഞ്ഞിട്ട് നമ്മൾ കാലിന്റെ അടിഭാഗം, കാല് ഫുള്ളായിട്ട് ചെറിയ ചൂട് കൊടുക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേദന കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ ക്രീം, ഓയിൻമെന്റോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊരു മസാജിങ്ങും കൂടെ കൊടുത്തിട്ട് ചൂട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കതൊരു പെയിൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിവായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപ്പൂറ്റി വേദന തീർച്ചയായിട്ടും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ്സ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.